എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 24-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു മലയാളം സയൻസ് ഫിക്ഷൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് അനോമി. റിയാസ് മാരാത്തിന്റെ സംവിധാനത്തിൽ ഭാവന റഹ്മാൻ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ ഫോറൻസിക് വിദഗ്ധയായ സാറ ഫിലിപ്പിന്റെ ഇളയ സഹോദരനെ കാണാതാകുന്നതും സഹോദരൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി കണ്ടെത്തുകയും സാറയുടെ അന്വേഷണത്തിൽ സിയാന്റെ മരണം വെറുമൊരു ആത്മഹത്യയല്ലെന്നും ഇതിന് പിന്നിൽ കൃത്യമായ ഒരു പാറ്റേണിൽ നടക്കുന്ന കൊലപാതക പരമ്പര ഉണ്ടെന്നും അവൾ മനസ്സിലാക്കും. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മിത്തോളജിക്കൽ ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ് നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ. അഭിഷേക് നാമ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിരാട് കർണ, നഭ നദീഷ്, ഐശ്വര്യ മേനോൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഇന്ത്യയിലുള്ള 108 പുരാതന വിഷ്ണു ക്ഷേത്രങ്ങളുടെ നിഗൂഢമായ രഹസ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്കു, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ചിന്ന ചിന്ന ആസൈ. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടൂർ സംഘത്തിൽ നിന്നും വേർപെട്ടുപോയ നായിക ലീനയും മറ്റൊരു വ്യക്തിയും തമ്മിൽ വാരണാസിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ ഫീൽ ഗുഡ് റൊമാന്റിക് ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 28 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി റൊമാന്റിക് കോമഡി ചിത്രമാണ് ഹേയ് ജവാനി തോ ഇഷ്ക് ഹോനാ ഹേ. ഡേവിഡ് ധവാൻ സംവിധാനത്തിൽ വരുൺ ധവാൻ, പൂജ ഹെഗ്ഡെ, മൃണാൾ താക്കൂർ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രണയവും നർമ്മത്തിൽ ചാലിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ആദ്യവാരം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം സൈക്കോളജിക്കൽ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബാലൻ. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ തുടങ്ങി വളരെയധികം പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ബാലൻ. മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സിനിമ തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത്. കാണാതായ അമ്മയെ തേടിയുള്ള ഒരു കൗമാരക്കാരന്റെ ജീവിതകഥയാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ടോവിനോ തോമസ്, ജീൻ പോൾ ലാൽ, അഭിരാം രാധാകൃഷ്ണൻ, ഗിരീഷ് എഡി എന്നിങ്ങനെയുള്ളൊരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായി ഇതിനോടകം തന്നെ ഇടം പിടിച്ച ബാലന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 31 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് 4 വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ പൂജ മേരി ജാൻ C5-ലൂടെ ഡയറക്റ്റ് OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. 2022-ൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഈ സിനിമ ആദ്യം ജിയോ സിനിമയിലൂടെ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. ഈ സിനിമയിൽ മൃണാൾ ടാക്കൂർ, ഹുമ ഖുറേഷി, വിക്രം സിംഗ് ചൗഹാൻ, വിജയ് റാസ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. നവജോത് ഗുലാത്തിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് മാസം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഇത് ഒരു ഹൃദയസ്പർശിയായ മലയാളം ഫാമിലി ഡ്രാമ ഫിലിമാണ് കല്യാണമരം. രാജേഷ് അമനക്കർ സംവിധാനം ചെയ്ത് 2026 റിലീസ് ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, ദേവനന്ദ, മീര വാസുദേവൻ, പ്രശാന്ത് മുരളി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ലളിതമായ കുടുംബ ബന്ധങ്ങളുടെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും പ്രാധാന്യം ഒന്നിച്ചു ചേർത്താണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. മനോരമ മാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി ഫിനാൻഷ്യൽ ത്രില്ലർ മൂവിയാണ് ഗവർണർ. മുൻ RBI ഗവർണർ S വെങ്കട്ടരമണന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മനോജ് വാജ്പേയി പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ചിന്മയ് മണ്ഡലേക്കറാണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ആരാധകരുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദളപതി വിജയ് നായകനായ ജനനായകൻ തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. H വിനോദ് സംവിധാനം ചെയ്ത ഈ തമിഴ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രം വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമാണ്. മമിത ബൈജു, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, പ്രിയാമണി, നരേൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തും. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 300 കോടി മുതൽ 365 കോടി രൂപ വരെയാണ്. ഈ മൂവിയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ 78 കോടി 27 ലക്ഷമാണ്. C5 ഈ മൂവിയുടെ OTT റൈറ്റ്സ് 50 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിയേറ്ററിൽ നല്ല വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മൂവിയുടെ OTT റിലീസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്തത് ഒരു തെലുങ്കു സൈക്കോളജിക്കൽ ഡ്രാമ ഡാർക്ക് കോമഡി ചിത്രമാണ് റാവോ ബഹദൂർ. സത്യദേവ് പ്രധാന വേഷത്തിലെത്തി വെങ്കടേഷ് മഹ സംവിധാനം ചെയ്ത ഈ സിനിമ ജാതിയും പാരമ്പര്യവും സാമൂഹിക വ്യവസ്ഥകളും മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതങ്ങളെയാണ് ചിത്രം വരച്ചു കാണിക്കുന്നത്. ഓഗസ്റ്റ് മാസം 7 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്കു, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മുഹമ്മദ് ഖാൻ സംവിധാനം ചെയ്തൊരു ബോളിവുഡ് കോമഡി ചിത്രമാണ് വെൽക്കം ടു ദി ജംഗിൾ. അക്ഷയ് കുമാർ, സാക്കിർ ഹുസൈൻ, അർഷാദ് വാർസി, സുനിൽ ഷെട്ടി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പ്രശസ്ത കോമഡി ഫ്രാഞ്ചൈസിയായ വെൽക്കം പരമ്പരയിലെ 3ാമത്തെ ചിത്രമാണിത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21 മുതൽ
മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മൂവി ഗാട്ടാ ഗുസ്തി 2. 2022 പുറത്തിറങ്ങിയ ഗാട്ടാ ഗുസ്തി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഗാട്ടാ ഗുസ്തി 2. വിഷ്ണു വിശാലും ഐശ്വര്യലക്ഷ്മിയുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു കുടുംബത്തിലെ ഭാര്യയുടെയും ഭർത്താവിന്റെയും വ്യത്യസ്തമായ സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിലെ രസകരമായ പ്രശ്നങ്ങളുമാണ് സിനിമയുടെ പ്രധാന കാതൽ. ഈ സ്പോർട്സ് കോമഡി ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 31 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.